നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ 2024 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ്, കോസ്റ്റ് ഗാർഡ് ദിനം. എന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം? എന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം? ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം എന്നുള്ളത് ഓർത്തു വെക്കുക. ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം എന്നാണ് ഫെബ്രുവരി 1. അടുത്ത ഈ ഒരു പേര് ശ്രദ്ധിച്ചിരിക്കുക. പേര് ആനി ജോർജ് മാത്യു. ആനി ജോർജ് മാത്യു. നമുക്കറിയാം 16-ാം ധനകാര്യ കമ്മീഷനാണ് ഇന്ത്യയിലെ ഏറ്റവും പുതിയ ധനകാര്യ കമ്മീഷൻ. 16-ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷന്റെ പേര് അരവിന്ദ് പനഗരിയ എന്നാണ്. പേര് നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ. ഓക്കെ. അപ്പൊ ഈ 16-ാം ധനകാര്യ കമ്മീഷന്റെ അല്ലെങ്കിൽ അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ 16-ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയുടെ പേരാണ് ആനി ജോർജ് മാത്യു. അപ്പൊ ഈ പേരൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. ആനി ജോർജ് മാത്യു. ആനി ജോർജ് മാത്യു 16-ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയുടെ പേരാണ് ആനി ജോർജ് മാത്യു. അടുത്ത പോയിന്റ്, ഫെബ്രുവരി 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അന്നാണ് ലോക തണ്ണീർത്തട ദിനം, അല്ലെ? തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. അതിന്റെ കാരണവും നമുക്കറിയാം. അന്ന് ഈ റംസാർ കരാർ ഒപ്പിട്ട ആ ഫെബ്രുവരി 2 അന്നാണ് ലോക തണ്ണീർത്തട ദിനം. 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. ഒന്നുകൂടെ, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. ഇതാണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ ബീയിങ്. ഇനി ഇന്ത്യയിൽ നിന്നുള്ള റംസാർ സൈറ്റുകളുടെ എണ്ണം എത്ര? ഇന്ത്യയിൽ നിന്നുള്ള റംസാർ സൈറ്റുകളുടെ എണ്ണം 80 ആണ്. ഇന്ത്യയിൽ നിന്നുള്ള റംസാർ സൈറ്റുകളുടെ എണ്ണം 80 ആണ്. ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് തമിഴ്നാടാണ്. തമിഴ്നാട്. ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ റംസാർ കേന്ദ്രങ്ങളുടെ എണ്ണം 16 ആണ്. ശ്രദ്ധിക്കൂ. ഇന്ത്യയിൽ നിന്ന് ആകെയുള്ള റംസാർ കേന്ദ്രങ്ങളുടെ എണ്ണം 80. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമുള്ള റംസാർ കേന്ദ്രങ്ങളുടെ എണ്ണം 16. കൃത്യമായിട്ട് പഠിക്കൂ. അടുത്ത പോയിന്റിലേക്ക് പോവാം. ജയ്ഷാ. പേര് ജയ്ഷാ വീണ്ടും അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു. എന്തിന്റെ? ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വീണ്ടും തുടർച്ചയായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ജയ്ഷായെ തെരഞ്ഞെടുത്തു. പോയിന്റ് ഓർത്തുക. അടുത്ത പോയിന്റ്, വന്ധ്യത ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഹോമിയോപ്പതി ആരംഭിച്ച വകുപ്പ്. ഹോമിയോപ്പതിയിൽ നിന്നോ ആ ഒരു പദ്ധതി വന്നു. എന്ത്? വന്ധ്യത ഇല്ലാതാക്കുക എന്ന ഉദ്ദേശവുമായി. വന്ധ്യത ഇല്ലാതാക്കുന്നതിനായി ആരംഭിച്ച ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് ജനനി. പദ്ധതിയുടെ പേരാണ് ജനനി, അല്ലെ? വന്ധ്യത ഇല്ലാതാക്കുക, കുഞ്ഞ് ജനിക്കുക. പദ്ധതിയുടെ പേര് ജനനി. ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്തു. ജനനി. പദ്ധതിയുടെ പേര് ജനനി. ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതിയാണ്. ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? ജനനി എന്ന് പറയുന്ന പദ്ധതി. ഇനി അടുത്തത്, മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവരുടെ ഔദ്യോഗിക നാമം ഇനി എന്തായിരിക്കും? സിവിൽ ജഡ്ജി എന്നുള്ളതായിരിക്കും. ഓക്കെ, ഒന്നുകൂടെ. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവരുടെ ഔദ്യോഗിക നാമം എന്ത്? സിവിൽ ജഡ്ജി. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചല്ലോ. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവരുടെ ഔദ്യോഗിക നാമം ഇനി സിവിൽ ജഡ്ജി എന്നാണ്. സിവിൽ ജഡ്ജി. ഇനി അടുത്ത പോയിന്റ്, TVK. അടുത്തിടയ്ക്ക് വാർത്തകളിൽ വന്ന ഒരു വാർത്തയായിരുന്നു, ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതായത് തമിഴ് സിനിമാ നടൻ
വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു, ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു. തമിഴ് സിനിമാ നടൻ വിജയ് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് തമിഴക വെട്രി കഴകം. എന്താണ്? തമിഴക വെട്രി കഴകം എന്നാണ് പേര്. അതാണ് തമിഴക വെട്രി കഴകം. തമിഴ് സിനിമാ നടൻ വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്ത്? അങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. തമിഴ് സിനിമാ നടൻ വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് തമിഴക വെട്രി കഴകം എന്നാണ് പേര്. പേര് പഠിച്ചോ, തമിഴക വെട്രി കഴകം എന്നാണ് പേര്. കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത പോയിന്റ്, ഫ്രാൻസിന്റെ ഔദ്യോഗിക ബഹുമതിയായ ഷവലിയാർ ബഹുമതി. ഫ്രാൻസിന്റെ ഔദ്യോഗിക ബഹുമതിയായ ഷവലിയാർ ബഹുമതി നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഷവലിയാർ ബഹുമതി ലഭിച്ച മലയാളി ഉണ്ട്. അതാണ് തിരുവിതാംകൂർ കൊട്ടാരംഗം എഴുത്തുകാരൊക്കെയായ ശ്രീ ഗൗരി പാർവതി ഭായ്. ശ്രീ ഗൗരി പാർവതി ഭായ്. ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഷവലിയാർ ബഹുമതി ലഭിച്ച മലയാളിയാണ് ശ്രീ ഗൗരി പാർവതി ഭായ്. പേരോർത്തു വെക്കുക. അടുത്തത് ജി ശങ്കരക്കുറുപ്പ്. നമുക്കറിയാവുന്ന ഒരു കവിയാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ പുതിയൊരു സ്മാരകം നിലവിൽ വന്നു. എവിടെ? ജി ശങ്കരക്കുറുപ്പ് സ്മാരകം നിലവിൽ വന്നത് എവിടെ? കൊച്ചിയിലാണ്. കൊച്ചിയിൽ. ജി ശങ്കരക്കുറുപ്പ് സ്മാരകം നിലവിൽ വന്നത് എവിടെ? കൊച്ചിയിലാണ് നിലവിൽ വന്നത്. കൊച്ചിയിലാണ്. ആ ഒരു പോയിന്റും വ്യക്തമാണ്. അടുത്തത് 2024 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മനോജ് ജാദവേദർ എന്ന് പറയുന്ന ആൾക്കാർക്കാണ് കേട്ടോ. മനോജ് ജാദവേദർ. മനോജ് ജാദവേദർ എന്ന ആൾക്കാണ് 2024 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത്. അക്ബർ കക്കട്ടിൽ പുരസ്കാരം മനോജ് ജാദവേദർ. കട്ടിയുള്ള പേര് ജാദവേദർ എന്നല്ലേ? മനോജ് ജാദവേദർ കട്ടിയുള്ള അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചു. അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് മനോജ് ജാദവേദർ. മനോജ് ജാദവേദർ 2024. അടുത്തത് ലോക ക്യാൻസർ ദിനം എന്നാണ്. ലോക ക്യാൻസർ ദിനം. ലോക ക്യാൻസർ ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് ലോക ക്യാൻസർ ദിനം. ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് ലോക ക്യാൻസർ ദിനം. 2024 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്ത്? 2024 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. അതാണ് ലോക ക്യാൻസർ ദിനം 2024 പ്രമേയം. ഓക്കെ. അടുത്ത പോയിന്റ് ബഹിരാകാശ സഞ്ചാരിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട വാർത്ത. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം, എന്നിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെയാണ്. ഒരു റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഒലെക്. ഒലെക്, സിമ്പിൾ പേര് ഒലെക് കൊനോനെൻകോ. അങ്ങനെ വേണം പറയാൻ. ഒലെക് കൊനോനെൻകോ എന്നാണ് പേര്. ഒന്നുകൂടെ, ഒലെക് കൊനോനെൻകോ. കിട്ടിയോ? ഒലെക് കൊനോനെൻകോ ഒരു റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? 878 ദിവസം ബഹിരാകാശത്ത് താമസിച്ചു. ബഹിരാകാശത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബഹിരാകാശ നിലയം കാണും. ISS എന്ന് പറയുന്ന ഒരു ബഹിരാകാശ നിലയം, ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ നിലയമാണ് ISS, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അവിടെ താമസിച്ചു. അപ്പോ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചിലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് അടിച്ചെടുത്തു. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചിലവഴിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഇനി പറയണം ഒലെക് കൊനോനെൻകോ എന്നാണ് പേര്. ഒന്നുകൂടെ പറയണം, ഒലെക് കൊനോനെൻകോ എന്നാണ് പേര്. ഒലെക് കൊനോനെൻകോ. ഒലെക് കൊനോനെൻകോ എന്നാണ് പേര്. അവിടെ ആ പേര് ഓർത്തിരിക്കുക, ഒലെക് കൊനോനെൻകോ. ഇനി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തിന്റെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആദ്യമായി ഒരു വനിത നിയമിതയായി. എന്താണ് ഞാൻ പറഞ്ഞത്? ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തിന്റെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആദ്യമായി ഒരു വനിത നിയമിതയായി. ആ വനിതയുടെ പേരാണ് ഋതു ബഹറി എന്നാണ് പേര്. എന്താണ് പേര്? ഋതു ബഹറി എന്നാണ് പേര്. ഋതു ബഹറി. ഋതു ബഹറി എവിടത്തെയാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. ഹൈക്കോർട്ട്. ഉത്തരാഖണ്ഡിന്റെ
ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിതയുടെ പേര് ഋതു ബഹറി എന്നാണ്. ഋതു ബഹറി എന്നാണ്. അടുത്തത് ഒരു ഡോക്യുമെന്ററി ആണ്. ഒരു ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ആണെന്ന് ചോദിച്ചാൽ സുഗതകുമാരി നമുക്കറിയാം. എഴുത്തച്ഛൻ പുരസ്കാരം ഒക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? സുഗതകുമാരി. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന 5ാമത്തെ വനിതയാണ് സുഗതകുമാരി. എഴുത്തച്ഛൻ പുരസ്കാരം ഒക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? സുഗതകുമാരി. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച 5ാമത്തെ വനിത പി വത്സലയാണ് കേട്ടോ. പി വത്സൽ. ഓക്കെ, ശരി. അപ്പം എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വനിതകളിൽ ഒരാളാണ് സുഗതകുമാരി കേട്ടോ. ശരി. അപ്പം തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ, ഒരു ഡോക്യുമെന്ററിയുടെ പേരാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന ഡോക്യുമെന്ററി ആരുടെ ജീവിതം ആസ്പദമാക്കിയുള്ളതാണ് എന്നായിരിക്കും പരീക്ഷയുടെ ചോദ്യം. ഒന്നുകൂടെ, തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന ഡോക്യുമെന്ററി ആരുടെ ജീവിതം ആസ്പദമാക്കിയുള്ളതാണ്? സുഗതകുമാരി. അല്ലെ തിരിച്ചു ചോദിക്കും. എങ്ങനെ? തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന ഡോക്യുമെന്ററി ആരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്? സുഗതകുമാരി. അപ്പൊ ആ രീതിയിൽ ഒന്ന് ഓർത്തു വെക്കുക. സുഗതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ഡോക്യുമെന്ററി ഏത് എന്ന് വേണേലും ചോദിക്കാം. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. ഓക്കെ. അപ്പം ഒന്നുകൂടെ, കോസ്റ്റ് ഗാർഡ് ദിനം ഫെബ്രുവരി 1, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ ബീയിങ്. ഇന്ത്യയിൽ നിന്നുള്ള തണ്ണീർത്തട കേന്ദ്രങ്ങളുടെ എണ്ണം 80. ഏറ്റവും കൂടുതൽ തമിഴ്നാട് 16. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ജയ്ഷയാണ്. ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച വന്ധ്യതാ നിവാരണത്തിനുള്ള പദ്ധതിയുടെ പേര് ജനനി എന്നാണ്. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ള ഔദ്യോഗിക നാമം സിവിൽ ജഡ്ജി എന്നായിരിക്കും. തമിഴക വെട്രി കഴകം തമിഴ് സിനിമാ നടൻ വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതി ശ്രീ ഗൗരി പാർവതി ഭായിക്ക് ലഭിച്ചു. ജി ശങ്കരക്കുറുപ്പ് സ്മാരകം കൊച്ചിയിലാണ് നിലവിൽ വന്നത്. അക്ബർ കക്കട്ടിൽ പുരസ്കാരം 2024 മനോജ് ജാദവേധറിന് ലഭിച്ചു. ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ എന്നുള്ളത് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം 2024 പ്രമേയമാണ്. ഒലക് കൊനോനെൻകോ എന്ന് പറയുന്നത് 878 ദിവസം ബഹിരാകാശത്ത് താമസിച്ചു. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചിലവഴിച്ച വ്യക്തി എന്നുള്ള റെക്കോർഡിന് ഉടമയായി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതയായ ആദ്യത്തെ വനിതയാണ് ഋതു ബഹറി. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന ഡോക്യുമെന്ററി സുഗതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചൊരു വരവില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാം. 2024 IPL ടൂർണമെന്റ് അല്ലെ. 2024 IPL ടൂർണമെന്റിന്റെ ഔദ്യോഗിക സ്പോൺസറാണ് ടാറ്റ ഗ്രൂപ്പ്. 2024 IPL ടൂർണമെന്റിന്റെ ഔദ്യോഗിക സ്പോൺസറാണ് ടാറ്റ. പോയിന്റ് ക്ലിയർ ആക്കുക. അടുത്ത പോയിന്റ്, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നു വിശ്വാസ് മേത്ത അല്ലെ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് വിശ്വാസ് മേത്ത. ആ വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേരാണ് അതിജീവനം. ഓക്കെ. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേരാണ് അതിജീവനം. പഠിക്കണം. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേരാണ് അതിജീവനം. ചോദിക്കാൻ നല്ല ഒരു ചോദ്യമാണ് അതിജീവനം എന്ന ആത്മകഥ. അടുത്തത്, വിലക്കയറ്റത്തിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച 29 രൂപയുടെ അരിയുടെ പേരാണ് ഭാരത് റൈസ് അല്ലെ. ഭാരത് അരി, ഭാരത് റൈസ് എന്നാണ് ആ അരിയുടെ പേര്. ഭാരത് റൈസ് 29 രൂപയുടെ അരിയാണ് അല്ലെ. അടുത്ത പോയിന്റ്, നവാഗത പാർലമെന്റേറിയനുള്ള 2024 പുരസ്കാരം. ആ പുരസ്കാരത്തിന്റെ പേര് ഇതാണ്, ലോക്മത്ത് പുരസ്കാരം എന്നാണ് പേര്. ലോക്മത്ത് പുരസ്കാരം. നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത്ത് പുരസ്കാരം 2024 ലഭിച്ചത് ആർക്ക്? നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത്ത് പുരസ്കാരം 2024 ലഭിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ആളാണ്, മലയാളിയാണ്, ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസിനാണ് ലഭിക്കുന്നത്. ജോൺ ബ്രിട്ടാസ്. പോയിന്റ് ഓർത്തു വെക്കുക. നവാഗത സംവിധായകനല്ല, നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത്ത് പുരസ്കാരം 2024 ജോൺ ബ്രിട്ടാസിനാണ്. അടുത്ത പോയിന്റ്, യൂണിഫോം സിവിൽ കോഡ്
യൂണിഫോം സിവിൽ കോഡ് നിയമം നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയ, ആ നിയമം പാസ്സാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. എന്നാൽ ഒരു കാര്യം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. സംസ്ഥാന രൂപീകരണം മുതൽ യൂണിഫോം സിവിൽ കോഡ് ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഗോവയാണ്. സംസ്ഥാന രൂപീകരണം മുതൽ യൂണിഫോം സിവിൽ കോഡ് ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഗോവയാണ്. എന്നാൽ യൂണിഫോം സിവിൽ കോഡ് നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ആ പോയിന്റ് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ക്ലാസ്സിൽ തന്നെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിത ഓർമ്മയുണ്ടോ? ഋതു ബെഹ്റി എന്നായിരുന്നു പേര്. നമ്മളിവിടെ പഠിച്ചിരുന്നു. ശരി, ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും T20 ക്രിക്കറ്റിലും ഈ 3 ഫോർമാറ്റിലും 1ാം റാങ്കിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ ബൗളർ ആരാണ്? ഏകദിന ക്രിക്കറ്റ്, T20 ക്രിക്കറ്റ്, ടെസ്റ്റ് ക്രിക്കറ്റ് ഈ 3 ഫോർമാറ്റിലും 1ാം റാങ്കിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ബൗളറാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ബൗളർ. അറിയാം, ജസ്പ്രീത് ബുംറ. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 ലക്ഷം പേർക്ക് ഒരു വർഷം കൊണ്ട് ഉപജീവന മാർഗം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി. ഒന്നുകൂടെ, എന്താണ് ഞാൻ പറഞ്ഞത്? 3 ലക്ഷം പേർക്ക് ഒരു വർഷം കൊണ്ട് ഉപജീവന മാർഗം നൽകുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേര് കെ ലിഫ്റ്റ്. കുടുംബശ്രീ പദ്ധതിയാണ്. കുടുംബശ്രീ പദ്ധതിയുടെ പേര് കെ ലിഫ്റ്റ് എന്നാണ് പേര്. പദ്ധതിയുടെ പേര് കെ ലിഫ്റ്റ് എന്നാണ്. അടുത്ത പോയിന്റ്, നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ കൂടി പഠിച്ചിരുന്നു. ജല ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ജല ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. എന്നാൽ ഇവിടെ അടുത്ത പോയിന്റ് പഠിക്കുകയാണ്. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത്? പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളം. പോയിന്റ് ക്ലിയർ ആണ്. അടുത്ത ഫാക്ട്, കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ്. ലിഫ്റ്റ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ജലഗതാഗതത്തിന് മിക്കവാറും ഈ പാലങ്ങൾ തടസ്സമാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പാലത്തെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ഉയർത്തി കഴിഞ്ഞാൽ ആ ജലഗതാഗതം സുഗമമായിട്ട് നടക്കും. അല്ലെ, നിങ്ങൾക്ക് മനസ്സിലായി? അതാണ് ലിഫ്റ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ലിഫ്റ്റ് ചെയ്ത് ഉയർത്താനായി സാധിക്കുന്ന ബ്രിഡ്ജ്. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കരിക്കകം എന്ന് പറയുന്ന സ്ഥലത്താണ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്ന സ്ഥലമാണ് കരിക്കകം, തിരുവനന്തപുരം. പോയിന്റ് വ്യക്തമാണ്. അടുത്തത്, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി. അല്ലെ, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യത്തെ താരമാരെ എന്ന് ചോദിച്ചാൽ അത് സച്ചിൻ തെണ്ടുൽക്കർ ആണ്. നമുക്കറിയാം, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമെന്നോ ആദ്യത്തെ ക്രിക്കറ്റ് താരമെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അത് സച്ചിൻ തെണ്ടുൽക്കർ ആണ്. സച്ചിന് ശേഷം കുറെ പേര്, അല്ലെ, രോഹിത് ശർമ്മ, അല്ലെ, അതിനുശേഷം ക്രിസ് ഗെയില്, കുറെ ആൾക്കാർ അങ്ങനെ നേടി. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ചോദ്യത്തിലേക്ക് വരാം. ആദ്യമായി ഒരു ശ്രീലങ്കൻ താരം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടി. ആ ശ്രീലങ്കൻ താരത്തിന്റെ പേരാണ് പത്തും നിസംഗ എന്നാണ് പേര്. പേര് കിട്ടിയോ? പത്തും നിസംഗ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യത്തെ ശ്രീലങ്കൻ താരമാണ് പത്തും നിസംഗ. അങ്ങനെ തന്നെയാണ് പേര്. കേരളത്തിൽ നിന്നും അയോധ്യയിലേക്ക് ആദ്യമായിട്ടൊരു സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആദ്യമായിട്ട് അവതരിപ്പിച്ച സ്പെഷ്യൽ ട്രെയിനിന്റെ പേരാണ് ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ എന്നാണ് പേര്. ആസ്ഥ. അടുത്ത പോയിന്റ്, പുതിയൊരു ബുക്കാണ്, ചേതൻ ഭഗത്തിന്റെ ബുക്കാണ്. കൃതിയുടെ പേര് ഇതാണ്, 11 Rules for Life, Secrets to Level Up. 11 Rules for Life, 11 റൂള് ജീവിക്കുന്നതിന്, ജീവിതത്തിന് വേണ്ടി 11 റൂൾസ്. 11 Rules for Life, Secrets to Level Up.
ഓക്കെ, സമയം കിട്ടിയാൽ വായിക്കുക. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ്, പുതിയ പ്രസിഡന്റ് പേരാണ് നവാഫ് സലാം എന്നാണ് പേര്. നവാഫ് സലാം. അപ്പൊ എന്താണ് ചോദ്യം? അന്താരാഷ്ട്ര നീതിന്യായ കോടതി അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പുതിയ പ്രസിഡന്റിന്റെ പേരാണ് നവാഫ് സലാം. ലബനൻ ആണ് രാജ്യം നവാഫ് സലാമിന്റെ. അപ്പോൾ IPL 2024 ഔദ്യോഗിക സ്പോൺസർ ടാറ്റ ഗ്രൂപ്പ് ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേര് അതിജീവനം. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച 29 രൂപയുടെ അരിയുടെ പേര് ഭാരത് റൈസ് എന്നാണ്. നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത്ത് പുരസ്കാരം 2024 ലഭിക്കുന്നത് ജോൺ ബ്രിട്ടാസിനാണ്. യൂണിഫോം സിവിൽ കോഡ് സംസ്ഥാന രൂപീകരണം മുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഗോവയാണ്. യൂണിഫോം സിവിൽ കോഡ് നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും 1-ാം റാങ്കിലെത്തുന്ന ആദ്യ ഇന്ത്യൻ ബോളറാണ് ജസ്പ്രീത് ബുംറ. 3 ലക്ഷം പേർക്ക് ഒരു വർഷം കൊണ്ട് ഉപജീവന മാർഗം നൽകുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേര് കെ ലിഫ്റ്റ് എന്നാണ്. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകം എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യത്തെ ശ്രീലങ്കൻ താരമാണ് പത്തും നിസംഗ. അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നും ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനിന്റെ പേരാണ് ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ. 11 റൂൾസ് ഫോർ ലൈഫ് സീക്രട്സ് ടു ലെവലപ്പ് എന്ന ബുക്ക് എഴുതിയത് ചേതൻ ഭഗത് ആണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റിന്റെ പേരാണ് നവാഫ് സലാം എന്നാണ് പേര്. ഇപ്പൊ 2024 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.